പക്ഷേ അപ്പോൾ കിട്ടിയ വേറെ പണിയെന്ന് പറയുന്നത് ഡോക്ടർ സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ലോ ലൈൻ പ്ലാസൻ്റെയാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്ലാസൻ്റ എന്താണെന്നുള്ളതും അതും കുഞ്ഞും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് നമ്മളിവിടെ വന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഇത് മനസ്സിലായത്. പിന്നെ ഓക്കെ ഫൈൻ, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. കാരണം അപ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഒരു 6 മന്ത് ഒക്കെ ആകുമ്പോൾ ഇത് തനിയെ മുകളിലോട്ട് കയറും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ താഴെ തന്നെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സി സെക്ഷൻ വേണ്ടി വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര കെയർഫുൾ ആവണം. ലോ ലൈൻ പ്ലാസൻ്റ ആണെങ്കിൽ അതും ഡിറ്റാച്ച് ചെയ്ത് വരാൻ പാടില്ല. കാരണം അത് കുഞ്ഞുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടല്ല ഇരിക്കുന്നത്, കണക്ഷൻ എന്ന് പറയുന്നതല്ലേ. അപ്പോൾ അത് ഡിറ്റാച്ച് ചെയ്ത് വരാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനായിട്ട് നമ്മൾ ജോലിയൊന്നും ചെയ്യത്തില്ല, വെയിറ്റ് ഒന്നും എടുക്കത്തില്ല, നിന്നിട്ടുള്ള ജോലികൾ മാത്രമേ ചെയ്യുള്ളൂ, വെയിറ്റ് ഒന്നും എടുത്ത് ചെയ്യില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു ഇത് പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് 3rd മന്തിൽ നമുക്ക് NT സ്കാൻ പറയുന്നത്. ഓക്കെ ഫൈൻ, അങ്ങനെ NT സ്കാൻ എടുക്കാൻ പോയി. NT സ്കാൻ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോഴത്തേനും വാല്യൂസിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് താഴെ തന്നെ നമുക്ക് അവർ എഴുതി കാണിക്കും ലോ റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ എന്ന് എഴുതി കാണിക്കും. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ ലോ റിസ്ക് ആണ് അവർ എഴുതി കാണിച്ചെങ്കിലും വാല്യൂസിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടർക്ക് പോയപ്പോൾ സംസാരിച്ച ഡോക്ടർ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല, ഇത് നോർമലാണെന്ന് പറഞ്ഞു.